ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് എടുക്കാൻ പോകുന്ന 8.1 അല്ലേ, നമ്മൾ നേരത്തെ തന്നെ കണ്ടിന്യൂഷൻ അല്ല, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ അടുത്ത പോർഷനാണ്. 8.1 ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. 9th ക്വസ്റ്റ്യൻ കഴിഞ്ഞ 3 വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത NCERT കണ്ടിന്യൂഷൻ ആണ്. 9th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പാരാബോള y ഈസ് ഈക്വൽ ടു x സ്ക്വയർ ആൻഡ് y ഈസ് ഈക്വൽ ടു മോഡ് എക്സ്. രണ്ട് ലൈൻ, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പാരാബോളിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് പാരാബോള വരച്ചിട്ട് ലൈനിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പാരാബോള y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും? ഇതേപോലെ ആയിരിക്കും അല്ലേ. ഇതാണ് പാരാബോള. y ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ ആൻഡ് y ഈസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. മോഡ് എക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മൈനസ് എക്സും ആവാം, എന്താവാം, പ്ലസ് എക്സും ആവാം, രണ്ട് ലൈനും ആവാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ ലൈനും ഉണ്ടായിരിക്കും, y ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് എന്ന് പറഞ്ഞൊരു ലൈനും ഉണ്ടായിരിക്കും. രണ്ട് ലൈനായിരിക്കും അല്ലെങ്കിൽ ബേസിക്കലി ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് ലൈൻസ് വരയ്ക്കാം. ഇതാണ് y ഈസ് ഈക്വൽ ടു എന്ത്? പ്ലസ് എക്സ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത്? y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. ഞാൻ വരച്ചതിൻ്റെ പ്രശ്നം കേട്ടോ, രണ്ട് സ്ട്രൈറ്റ് ആയിട്ടൊക്കെ വരച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ഇവിടെ രണ്ട് ഫിഗേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ലൈനും പാരാബോളയും വരുന്നുണ്ട്. സോ ലൈനിൻ്റെ അടിയിലുള്ളത് ലൈൻ, ഇപ്പം ലൈൻ ഇങ്ങനെ വരികയാണ്, അതിൻ്റെ മുകളിൽ കൂടെ പരാബോള. അപ്പോൾ നമ്മൾ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ലൈൻ മൈനസ് പരാബോള ആയിരിക്കും. എൻ്റെ റീസൺ എത്രയേ ഉള്ളൂ, ഇപ്പോൾ ലൈനിൻ്റെ അണ്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ്, ഇത്രയും പോർഷനാണ് ലൈനിൻ്റെ അണ്ടർ. ഇതിൽ നിന്ന് പരാബോള മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, പരാബോളിക് പോർഷൻ ഇതാണ്, ഇത് ഇത്രയും പോർഷൻ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റിക്വയർഡ് ഏരിയ കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് എപ്പോഴും ലൈനും പാരാബോളയും വരുമ്പോൾ ലൈൻ മൈനസ് പരാബോള എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റിലും ചെയ്യുന്നതൊക്കെ തന്നെ ഇപ്പോഴും ഈ ഒരു സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഫൈനൽ ആൻസറിൻ്റെ കൂടെ ഇൻറ്റു 2 കൂടെ ചെയ്യും റിക്വയർഡ് ഏരിയ. അപ്പോഴേ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിനൊക്കെ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ലൈൻ മൈനസ് പരാബോള എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം ആലോചിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ ചെയ്തു തരാം, റെഡിയാക്കി തരാം. അപ്പം ആലോചിക്കുക. പിന്നെ പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലേ, രണ്ടിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഇതാണ് ഇന്റർസെക്ഷൻ പോയിന്റ്. ഒരു പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0, 0 ആണെന്ന് അറിയാം. എക്സിന്റെ ലിമിറ്റ് ഇവിടെ 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ എക്സിന്റെ വാല്യൂ അറിയാമോ? അറിയത്തില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എപ്പോഴും ഇന്റർസെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. സോ y ഈസ് ഈക്വൽ ടു എക്സ് എടുത്ത് ഇതെല്ലാം കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കിട്ടും. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. എക്സിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്ത് കിട്ടും? ഒന്നുകിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ആയത് എക്സ് ഈസ് ഈക്വൽ ടു 1. രണ്ട് വാല്യൂസ് കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു 1 കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഒബ്വിയസ്ലി ഏതായിരിക്കും? 0 ഒരിക്കലും ആവത്തില്ല, 0 സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ വൈയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, കാരണം ആവശ്യമില്ല നമുക്ക്. സോ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 കണ്ടുപിടിക്കണം. കാരണം എന്താണ്? രണ്ട് സൈഡും ഉണ്ട്, നമ്മളപ്പോൾ ഒരു സൈഡേ കണ്ടുപിടിക്കുന്നുള്ളൂ. ഫൈനൽ ആൻസറിനോട് ഇൻറ്റു ചെയ്യുന്നു. റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഏരിയ അണ്ടർ എന്താണോ ലൈൻ. ശ്രദ്ധിക്കുക, ലൈനിൽ നിന്നാണ് നമ്മൾ പാരാബോള വരയ്ക്കുന്നത്. അപ്പോൾ ലൈനിൽ നിന്ന് വേണം ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഏരിയ അണ്ടർ ദ ലൈൻ മൈനസ് ഏരിയ അണ്ടർ എന്താണ്? പാരാബോള. കാരണം ഏരിയക്കാണ് അല്ല ലൈനിനാണ് പ്രിഫറൻസ് കൊടുക്കാനുള്ളത്. വേറെ ഒന്നും ഉണ്ട്, ലൈനിന്റെ പോർഷനിൽ നിന്ന് നമ്മൾ പാരാബോളിക് പോർഷൻ മൈനസ് ചെയ്തെടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് റിക്വയർഡ് നമ്മുടെ ഏരിയ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, 2 ഇൻറ്റു ഇൻ്റഗ്രൽ ലിമിറ്റ് എന്താണ്? 0 to 1. രണ്ടിൻ്റെ ലിമിറ്റ് ഒന്നല്ലേ? ശ്രദ്ധിക്കടാ, 0 to 1 രണ്ടിൻ്റെ ലിമിറ്റ് ഒന്നല്ലേ? പാരബോളയുടെ ലിമിറ്റും ഇത് തന്നെയാണ്, ലൈനിന്റെ ലിമിറ്റും ഇത് തന്നെയാണ്. രണ്ടിന്റെ സെയിം ലിമിറ്റ്സ് ആണ്. രണ്ടിനും അപ്പോൾ ഒരേ ലിമിറ്റ് കൊടുത്താൽ മതി. ഏരിയ അണ്ടർ ദ ലൈൻ, ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ? ഇതല്ലേ ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുള്ള y ഈസ് ഈക്വൽ ടു എക്സ്. അപ്പം നമ്മുടെ ഇക്വേഷൻ y ഡി എക്സ് അല്ലേ? ആദ്യം y ഡി എക്സ് എഴുതിയിട്ട് ചെയ്യാം. 0 to 1 y ഡി എക്സ്, ഇതാണ് ഇക്വേഷൻ. ആദ്യം ഇത് ലൈനിൻ്റെത്, ഇതെന്താണ്? പാരബോള. രണ്ടും y ഡി എക്സ് തന്നെയാണ് അല്ലേ? അപ്പം 2 ഇൻറ്റു 2 കോമൺ ആണ്, 2 ലാസ്റ്റ് നമുക്ക് എടുത്താൽ മതി. 2 ലാസ്റ്റ് എടുത്താൽ മതി കേട്ടോ. 2 ലാസ്റ്റ് എടുത്താൽ മതി. 0 to 1 y, ലൈനിന്റെ y എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്, എക്സ് ഡി എക്സ് മൈനസ് പാരബോളയുടെ y. പാരബോളയുടെ y എന്ന് പറഞ്ഞാൽ എന്താണ്? പാരബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ എന്ന് തന്നെ എടുത്താൽ മതി, കാരണം y ആണ് തന്നിരിക്കുന്നത് അല്ലേ? എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? വളരെ എളുപ്പമല്ലേ? നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പറവറ ചെയ്യാം അല്ലേ? സോ 2 ഇൻറ്റു എന്താണ് എക്സിൻ്റെ ഇൻ്റഗ്രൽ? എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ?
ഇത് 0 to 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എന്താണ് എക്സ് ക്യൂബ് ബൈ 3 0 to 1. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പർ ലിമിറ്റ് ചെയ്യുമ്പോൾ 2 ഒന്നും പുറത്തെടുക്കണില്ല, ചെറിയ നമ്പർ അല്ലേ, കുഴപ്പമില്ല. അപ്പർ ലിമിറ്റ് ചെയ്യുമ്പോൾ 1/2 മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ 0 എക്സിന് കൊടുക്കുമ്പോൾ 0 ആയിട്ട് ഇപ്പുറത്ത് മൈനസ് അപ്പർ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്താണ് 1/3 എക്സിന് 1 കൊടുക്കുക, മുകളിലത്തെ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്താണ് 0/3 0 ആണ്. 2 ഇൻറ്റു എന്ത് കിട്ടുക 1/2 മൈനസ് 1/3 അല്ലേ, കാരണം ഈ മൈനസ് നമ്മളിവിടെ കൊടുക്കണം, അത്രയേ ഉള്ളൂ. 0 ഒന്നും എഴുതുന്നില്ല, എഴുതേണ്ട ആവശ്യമില്ല. 2 ഇൻറ്റു എൽ സി വെട്ട എൽ സി എത്രയാണ് 6 ആണ് അല്ലേ, 3 മൈനസ് 2 ഇൻറ്റു 1/6 ചെയ്യുമ്പോൾ എന്ത് കിട്ടുക 1/3 സ്ക്വയർ യൂണിറ്റ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? എളുപ്പമാണ്, ഭയങ്കരമായിട്ട് നിങ്ങൾ പാടുപെടുകയൊന്നും വേണ്ട, എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തത്, എളുപ്പമുള്ള ക്വസ്റ്റൻ. 1/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റൻ ഇച്ചിരി സ്റ്റാൻഡേർഡ് അല്ലേ, നോക്കാം നമുക്ക്. ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ലൈൻ. ഓക്കെ, ഫൈൻഡ് the area bounded by the curve x square is equal to 4y. Okay, x square is equal to 4y and the line x is equal to, okay, ഇച്ചിരി പാടായ ക്വസ്റ്റ്യൻ, ഇല്ല ഒന്നും പറയുന്നില്ല, മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഇച്ചിരി പാടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഈസ് ഈക്വൽ ടു 4y എന്ന് പറഞ്ഞ ലൈൻ ഇല്ല. ഓക്കെ, നമ്മൾ കർവ് വരച്ചു. ഇതാണ് നമ്മുടെ എന്ത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y എന്ന് പറഞ്ഞ കർവ് വരച്ചു. ഇതിനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യാണ്. ലൈൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു 4y മൈനസ് 2 എന്ന് പറഞ്ഞാൽ ലൈൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്ത് ചെയ്യും ഇവിടെ ആലോചിച്ചോ, എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്യാറുള്ള സെയിം പരിപാടി തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഒരു ലൈൻ്റെ ഇക്വേഷൻ ആണ് തന്നേക്കുന്നത്. പോയിന്റ്സ് തന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വേഷൻ ആണ് തന്നേക്കുന്നത്. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, ആദ്യം അത് ചെക്ക് ചെയ്യാം. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. ഇതിൻ്റെ ഇക്വേഷൻ എടുത്ത് ഇതെല്ലാം കൊടുത്തു പോകാം നമുക്ക്. അപ്പോൾ എന്ത് കിട്ടും? 4y മൈനസ് 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y എന്ന് എഴുതി കൂടെ. ഇതിൽ എക്സിൻ്റെ വാല്യൂ എടുത്ത് നമ്മളിവിടെ കൊടുത്തു. എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തൊരു 16y സ്ക്വയർ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എന്താണടാ 2ab 2 ഇൻറ്റു 4 8 ഇൻറ്റു 2 16 അല്ലേ, 2ab അല്ലേ 16y പ്ലസ് ബി സ്ക്വയർ എത്രയാണടാ 4 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം 4y എന്ന് എഴുതി കൂടെ. ഈ മൈനസ് 4y നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് വിട്ടടാം. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? 16y സ്ക്വയർ മൈനസ് 16y മൈനസ് 4y പ്ലസ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. ഒന്നുകൂടെ നോക്കണം, ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് എന്താക്കണം 20 ആയി കൂടെ. 16y സ്ക്വയർ മൈനസ് 20y പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കൂടെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ. എല്ലാത്തിലും 4 മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 4y സ്ക്വയർ മൈനസ് 5y പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കൂടെ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഇനി ആലോചിച്ച് നോക്കിയേ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 4y സ്ക്വയർ മൈനസ് 4y മൈനസ് 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി കൂടെ. ബ്രാക്കറ്റ് ചെയ്യടാ. ബ്രാക്കറ്റ് ചെയ്ത് കോമൺ എടുത്ത് നോക്കടാ. എന്ത് കിട്ടും? ഫസ്റ്റ് ടേമിൽ നിന്ന് 2 4y കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? y മൈനസ് 1. രണ്ടാമത്തെ 2 ടേമിൽ നിന്ന് -1 കോമൺ എടുത്തു കഴിഞ്ഞാൽ y മൈനസ് 1 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഏതൊക്കെയായിട്ടാണ് 4y മൈനസ് 1 അതേപോലെ y മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. 4y മൈനസ് 1 എഴുതണം. 4y മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 4y ഈസ് ഈക്വൽ ടു 1, y ഈസ് ഈക്വൽ ടു എന്താണ് 1/4 എന്ന് കിട്ടും. അതേപോലെ y മൈനസ് 1 ഈസ് ഈക്വൽ ടു 0, y ഈസ് ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് വൈയുടെ വാല്യൂ കിട്ടില്ലേ. y ഈസ് ഈക്വൽ ടു 1/4 കിട്ടി, y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 കിട്ടി. ശ്രദ്ധിച്ചോ. അപ്പോൾ y ഈസ് ഈക്വൽ ടു 1/4 എടുത്ത് ഏതെങ്കിലും എക്സിൻ്റെ ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4y കൊടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1/4. അപ്പോൾ എന്ത് കിട്ടും? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും അല്ലേ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവ് 1 തന്നെ എടുക്കാം. പ്ലസ് ഓർ മൈനസ് 1 അല്ലേ. പോസിറ്റീവ് 1/4. എന്നാൽ സെക്കൻഡ് ഇക്വേഷനിൽ ഒരു മൈനസിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ട് കാരണം 2 വാല്യൂസ് വരുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം, സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കോൺട്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ അടുത്ത ഇക്വേഷനിൽ സോൾവ് ചെയ്ത് നോക്കണം. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 4y മൈനസ് 2 കൊടുക്കാം. 1/4 കൊടുത്ത് നോക്കുക. 4 ഇൻറ്റു 1/4 മൈനസ് 2 അതായത് 1 മൈനസ് 2 ആകണ്ട. ഇതിലൊരു സിംഗിൾ വാല്യൂ കിട്ടിയുള്ളൂ. എക്സ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ 1/4 കൊടുത്തപ്പോൾ എക്സിന് എന്ത് കിട്ടി? -1 കിട്ടി. അടുത്ത 1 കൊടുക്കാം. അതേ ഇക്വേഷനെ തന്നെ കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 4y മൈനസ് 2 വൈക്ക് 1 കൊടുക്കാം.
4 മൈനസ് 2 ചെയ്യുമ്പോൾ എന്തെങ്കിലും 2 കിട്ടും. കണ്ട ഇതിനൊരു പെർഫെക്റ്റ് വാല്യൂ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണടാ? 1 -1 1/4 അതേപോലെ 2 1. ഇപ്പോൾ രണ്ട് കോർഡിനേറ്റ്സ് കിട്ടി. ഒന്നും കൂടെ എഴുതാം. -1 1/4 2 1. ഞാൻ പറഞ്ഞില്ലേ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഈ പോയിന്റ്സ് ഇവിടെ പ്ലോട്ട് ചെയ്യാം. സോ ഒബ്വിയസ്ലി -1 ഇവിടെ ആയിരിക്കും. ഇതാണ് XY കോർഡിനേറ്റ്സ് അല്ലേ? ഇവിടെ ഇത് XY കോർഡിനേറ്റ്സ് ആണ്. സോ -1 1/4 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. -1 1/4. കാരണം -1 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും. മറ്റേത് 2 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഇത് 2 2 ഇത് 1. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇതായിരിക്കും 2 1. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം. നിങ്ങൾക്ക് പോക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ആ ലൈൻ. ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. x = 4y - 2. അപ്പോൾ കട്ട് ചെയ്യുന്ന ഷെയ്ഡഡ് പോർഷൻ കണ്ടോ? ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, വളരെ എളുപ്പമാണ്. ഒറ്റ പാരബോള എന്താണ്? ലൈനും ഉണ്ട് പാരബോളയും ഉണ്ട്. എന്തായിരിക്കും? ലൈൻ മൈനസ് പാരബോള ആയിരിക്കും അല്ലേ? ലൈനും പാരബോളയും വരുമ്പോൾ ഒബ്വിയസ്ലി ലൈൻ ആയിരിക്കും. രണ്ട് ക്വാഡ്രൻസ് ഉണ്ട്. നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം എന്താണ് 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ? കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് ലിമിറ്റ്, അതായത് -1 തൊട്ട് 2 വരെ ലിമിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, -1 ലെഫ്റ്റ് സൈഡിലല്ലേ, ലെഫ്റ്റ് ടു റൈറ്റ് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സെന്റർ തൊട്ട് എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ സെന്ററിലെ കോർഡിനേറ്റ് നമ്മൾ ഇനി കണ്ടുപിടിക്കണം, മെനക്കെട്ട്. അതിന് മെനക്കെടണ്ട. സോ ലെഫ്റ്റ് സൈഡിൽ -1 ഉണ്ട്. എക്സിന്റെ ലിമിറ്റ് ആണ് x5 -1. റൈറ്റ് സൈഡിൽ എന്തുണ്ട്? എക്സിന്റെ ലിമിറ്റ് 2 ഉണ്ട്. ഇവിടെ എക്സിന്റെ ലിമിറ്റ് -1 ആണ്. റൈറ്റ് സൈഡിൽ എക്സിന്റെ ലിമിറ്റ് 2 ഉണ്ട്. സോ -1 to 2 എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി രണ്ട് ക്വാഡ്രൻസും കൂടെ മിക്സ് ആയിക്കോളും. ഒബ്വിയസ്ലി ലൈൻ മൈനസ് പാരബോള എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുത്ത് നിങ്ങൾ ചെയ്തു പോയാൽ മതി. ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാം, എളുപ്പമാണ്. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അണ്ടർ ദ ലൈൻ മൈനസ് എന്താണ്? ഏരിയ അണ്ടർ ദ പാരബോള. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ? വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. രണ്ടിലെ ലിമിറ്റ് സെയിം ആണ് അല്ലെ? ലൈനും പാരബോളയും തട്ടുന്ന പോയിന്റ് സെയിം ആണ്. ലൈനിന്റെ ഇക്വേഷൻ എന്താണോ? ഇക്വേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് y കണ്ടുപിടിക്കണമല്ലോ. എന്തായാലും ydx എഴുതി വയ്ക്കുന്നത്. ydx മൈനസ് -1 to 2. ഇതും ydx ആണ്. ഫസ്റ്റ് ഇവിടെ എന്തിന്റെ y കൊടുക്കണം? ലൈനിന്റെ y കൊടുക്കണം. ഇവിടെ പാരബോളയുടെ y കൊടുക്കണം. ഓക്കെ, ലൈനിന്റെ y കണ്ടുപിടിക്കാം. ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ലൈനിന്റെ y ഇക്വേഷൻ x = എന്താണ്? 4y - 2. ഇതിൽ നിന്ന് y കണ്ടുപിടിക്കണം. x + 2 = 4y. y = എന്താണ്? x + 2/4. ഓക്കെ, ഇനി അടുത്ത പാരബോള ഡയറക്റ്റ് തന്നേക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ? പാരബോള x² = 4y. അത് നമുക്ക് കണ്ടുപിടിക്കാം. പാരബോള എന്ന് പറഞ്ഞാൽ x² = 4y. ഇതിൽ നിന്നും കൂടെ y കണ്ടുപിടിക്കണം. y = എന്താണ്? x²/4. രണ്ടും ആയാലും രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻസർ ഇപ്പം കിട്ടും, പെട്ടെന്ന് കിട്ടും. ലൈനിന്റെ y അതായത് x + 2/4 into dx minus -1 to 2. പാരബോളയുടെ y x²/4 into dx. ജസ്റ്റ് സോൾവ് ചെയ്യണം. പറ സോൾവ് ചെയ്യും. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആണ്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ലാഗ് അടിക്കുന്നതിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറയും. മനസ്സിലാവാതെ എടുക്കുക, മനസ്സിലാവുക ചെയ്യും. അപ്പോൾ 1/4 നമുക്ക് പുറത്തെടുക്കാമല്ലോ. 1/4 പുറത്തെടുത്തില്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. 1/4 ഫസ്റ്റ് ടൈമിൽ 1/4 കോമൺ ആയിട്ട് പുറത്തെടുത്തു. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? x²/2. 2ന്റെ ഇന്റഗ്രൽ എന്താണ്? 2x -1 to 2 മൈനസ് അടുത്ത 1/4 വീണ്ടും പുറത്തെടുക്കാം. x²ന്റെ ഇതെന്താണ്? x³/3 -1 to 2. ഓക്കെ, 1/4 into അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത അപ്പർ ലിമിറ്റ് എന്താണ്? 2 അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2². 4/4/2 2. മനസ്സിലായേ? അപ്പർ ലിമിറ്റ് 2 ആണ്. അപ്പോൾ 2x കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2²/2. 2² എന്ന് പറഞ്ഞാൽ 4/4/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2. അതുകൊണ്ടാണ് 2 എന്ന് എഴുതിയത്. പ്ലസ് അപ്പർ ലിമിറ്റ് എടുത്ത കൊടുത്ത് 2x അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2 × 2 4. അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്ത് കിട്ടൂടാ? ലോവർ ലിമിറ്റ് -1 -1² അതായത് -1² എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് -2. ഇതാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. അതേപോലെ മൈനസ് അടുത്ത 1/12 എന്ന് എടുത്തൂടെ? 1/12 എന്ന് പറഞ്ഞാൽ ഈ 3നെയും കൂടെ നമ്മൾ പുറത്തെടുക്കുക. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ പുറത്തെടുത്തിട്ട് x³ മാത്രം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. x³ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2³ എന്ന് പറഞ്ഞാൽ 8 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ -1/3. -1 ആകുമ്പോൾ ഇവിടെ +1 വരും. മനസ്സിലായടാ? -1/3 ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ട്? -1 തന്നെ കിട്ടും. അപ്പം 8 -1 എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 8 + 1 എന്ന് കൊടുത്തത്. സോ ഈ 1/4 ഇതിനുള്ളതാണ്, മറ്റേതിനില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലേ അങ്ങനെയാണെങ്കിൽ. ബ്രാക്കറ്റ് വേണ്ട. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഇട്ടേ 1/4 മറ്റേതിൻ്റെ മാത്രം, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. ഇവിടെ മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പം ചെയ്താലോ. വേറെ ഒന്നുമില്ല, ബേസിക് കാൽക്കുലേഷൻ മാത്സ്, ബേസിക് മാത്സ്. 4 + 2 എന്ത് കിട്ടും? 6 മൈനസ് എന്താണ് 1/2 -2, അതായത് 1/1 - 4/2 -3/2 എന്ന് കിട്ടും അല്ലേ. -3/2 -6 + 3/2, അത് നോക്കാം. 6 മൈനസ് എന്ത് കിട്ടും? -3/2. മറ്റേ ചെയ്യുമ്പോൾ -3/2 കിട്ടും. -1/12 ഇൻറ്റു എന്താണ് 9. 1/4 ഇൻറ്റു ഇവിടെ എൽസി എടുത്ത് എന്ത് കിട്ടും? 12 പ്ലസ് മൈനസോടെ പ്ലസ് ആവും. 12 + 3/2 എന്ന് കിട്ടും. ഇവിടെ 9ഉം ഇതും കൂടെ കട്ട് ചെയ്ത് 3ഉം 4ഉം ഒക്കെ, അപ്പോൾ എന്ത് കിട്ടും? 3/4 എന്നാവും അല്ലേ. മൈനസ് എന്ത് കിട്ടുമല്ല 3/4 എന്നാവും. ഇവിടെ എന്ത് കിട്ടും? 1/4 ഇൻറ്റു 15/2 എന്നും മൈനസ് എന്താണ് 3/4 എന്നും കിട്ടും. 1/4 15/2 മറ്റെന്താണ് 3/4 എന്ന് കിട്ടും. ഇത് LCM എടുക്കുമ്പോൾ നിങ്ങൾക്ക് 180 - 72/96 കിട്ടും കേട്ടോ. അത് ചെയ്ത് നോക്കിയാൽ മതി, ഞാൻ ഡയറക്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. 9/8² യൂണിറ്റ്സ് ചെയ്താൽ കിട്ടും കേട്ടോ. മാത്സ് സാധാ LCM കേട്ടോ, LCM എടുത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. LCM എടുക്കുമ്പോൾ ആ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലേ? Last question, 11th question. Find the area of the region bounded by the curve x², y² = 4x and the line എന്താണ് x = 3. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. y² = 4x എന്ന് പറഞ്ഞ കർവ്. അപ്പോൾ ആദ്യം നമുക്ക് കർവ് വരയ്ക്കാം. y² = 4x. കർവ് എങ്ങനെ വരണം? കർവ് ശ്രദ്ധിച്ച് വരയ്ക്കുക. y² = 4x, കർവ് ഇതാ ഇങ്ങനെ വരും. ഇതാണ് കർവ്. ആൻഡ് ലൈൻ x = 3. x = 3 എന്ന് പറഞ്ഞാൽ ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് x = 3. ആൻഡ് x ആക്സിസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഫുള്ളും കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിക്കാൻ നമ്മൾ ആകെ മുകളിലത്തെ പോർഷൻ കണ്ടുപിടിച്ചിട്ട് × 2 കൊടുക്കും. സോ റിക്വയർഡ് ഏരിയ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ എന്താണ്? y/dx. ലിമിറ്റ് എന്താണ്? ഇവിടുത്തെ ലിമിറ്റ് 0, ഏതുവരെ എക്സ്റ്റെൻഡ് ആവുന്നു? x = 3. അപ്പോൾ 0 to 3/dx. റിക്വയർഡ് ഏരിയയുടെ കൂടെ × 2 കൂടെ ചെയ്യണം. കാരണം മേളത്തെ പോർഷൻ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൂ. താഴത്തെ കണ്ടുപിടിക്കുന്നതിന് അതിന് വരെ × 2 ചെയ്യുന്നു. 2 × y കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞാൽ y² = 4x തന്നിട്ടുണ്ട്. സോ y = എന്തായിരിക്കും? √4x ആയിരിക്കും. അതായത് 2√x ആയിരിക്കും അല്ലേ. y = 2√x ആയിരിക്കും. അത് ഗുണം കൊടുക്കുക. അതായത് 2√x × dx. ലിമിറ്റ് എന്താണ്? 0 to 3. ആ 2 കൂടെ പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? ആലോചിക്കണം. 4 × 0 to 3 √x × dx എന്നിട്ട് √x മാറ്റിക്കൂടെ? 4 × ഇന്റഗ്രൽ 0 to 3 √x x എന്ത് എഴുതാം? 1/2 × dx എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 4 × x 1/2 നമുക്ക് എന്ത് എഴുതാം? x 3/2/3/2 1/2 + 1/1/2 + 1 3/2/3/2 0 to 3 ഇന്റഗ്രലൊക്കെ കൊടുത്തു. ഇനി അപ്പർ ലിമിറ്റ് ആ 4 × 3/2 നമുക്ക് തിരിച്ച് 2/3 എന്ന് പുറത്തെടുക്കാം ഡിനോമിനേറ്ററിൽ. അപ്പോൾ ബാക്കി എന്ത് വരും? x 3/2 ഇന്റഗ്രൽ 0 to 3. ഇത് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. 8/3 എന്ന് കേട്ടോ. 8/3 × 3/3/2 മൈനസ് എന്താണ്? 0 നമ്പർ 0 ആണ്. സോ 8/3 × 3 നമുക്ക് എന്ത് എഴുതാം? √3² എന്ന് എഴുതി കൂടെ? ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രേ ഉള്ളൂ. 0 ഇല്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല. 8/3 × √3³ എന്ന് വരും അല്ലേ. √3³ എന്ന് വരും. സോ 8/3 × √3³ എന്ന് പറഞ്ഞാൽ എന്താണ്? √3 × √3 × √3, അതായത് 3√3 അല്ലേ. 3 × 3 കട്ട് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? ആൻസർ 8√3² യൂണിറ്റ്സ്. ഇതാണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് എക്സസൈസ് അടുത്ത വീഡിയോ ഉടനെ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോർഷൻസിൽ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.